ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സാണ് കേട്ടോ അത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ലാസ്റ്റ് കുറച്ച് പോർഷൻസ് കവർ ചെയ്യാതെ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ഇൻകംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുള്ളത് എവിടെയാണ്? ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റിൽ മാനേജ്മെൻറ്റ് ഇൻ ആൻഷ്യൻ സിവിലൈസേഷൻ, മാനേജ്മെൻറ്റ് ഇൻ ഡ്യൂറിങ് മിഡീവൽ പീരിയഡ്, then scientific and functional approach to management, then management in modern period. ഇത്രയാണ് എന്തിൽ വരുന്നത്? ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സയൻറ്റിഫിക് ആൻഡ് ഫങ്ഷണൽ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അവിടെ നമ്മൾ ഹെൻറി ഫയോളിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അപ്പോൾ എന്തുണ്ട്? അതിൽ ഇനിയും ബാക്കി കുറേ തിയറിസ്റ്റുകളുടെയും കൂടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ആ ഒരു പാർട്ടിൽ എന്ത് ചെയ്യണം? പഠിക്കണം. അതായത് സയൻറ്റിഫിക് ആൻഡ് ഫങ്ഷണൽ അപ്രോച്ച് ടു മാനേജ്മെൻറ്റിലെ വേറെയും തിയറിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻസും കൂടെ അതിൽ എന്തുണ്ട്? ഈ ഒരു പീരിയഡിൽ, ആ ഒരു ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, ഏതെല്ലാം തിയറിസ്റ്റുകളുടെ എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ആണെന്നുള്ളത് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഫസ്റ്റ് തിയറിസ്റ്റ് ആയിട്ട് വരുന്ന ആരാണ്? മേരി പാർക്കർ ഫോളറ്റ്. മേരി പാർക്കർ ഫോളറ്റ് വാസ് ബോൺ ഓൺ 1868 ആൻഡ് ഡെഡ് ഇൻ 1933. 1868 മേരി പാർക്കർ ഫോളറ്റ് ജനിച്ചിട്ടുള്ളത്. 1933 എന്ത് ചെയ്തു? മേരി പാർക്കർ ഫോളറ്റ് ഡെഡ് ചെയ്തു. സോ ഷി വാസ് ബോൺ ഇൻ ബോസ്റ്റൺ, USA ബോസ്റ്റണിലാണ് എന്ത് ചെയ്തു? ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ചാൽ മതി. ഷി വാസ് എഡ്യൂക്കേറ്റഡ് ഇൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. ഷി സ്റ്റഡീഡ് പൊളിറ്റിക്കൽ ഇക്കോണമി, പൊളിറ്റിക്കൽ സയൻസ്, ഫിലോസഫി ആൻഡ് ലോ. ഷി വാസ് എ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ തിങ്കർ. ആരായിരുന്നു മേരി പാർക്കർ ഫോളറ്റ്? Political and social thinker, and she made important contributions in the field of functional authority, coordination, leadership, controlling and handling conflict. മേരി പാർക്കർ ഫോളറ്റ് വാസ് കോൺട്രിബ്യൂട്ടഡ് ടു ഏതെല്ലാം ഫീൽഡിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ഇൻ ദ ഫീൽഡ്സ് ഓഫ് ഫങ്ഷണൽ അതോറിറ്റി. ഫങ്ഷണൽ അതോറിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന മാനേജീരിയൽ പ്രോസസ്സിലേക്കും, അതുപോലെ കോർഡിനേഷനായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്കും, ലീഡർഷിപ്പ്, ദെൻ കൺട്രോളിങ് ആൻഡ് ഹാൻഡ്ലിംഗ് കോൺഫ്ലിക്റ്റ്, ഇത്രയും ഫീൽഡിലേക്കാണ് മേരി പാർക്കറുടെ മെയിൻ കോൺട്രിബ്യൂഷൻസ് മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഏത് പീരിയഡിലാണ് വന്നിട്ടുള്ളത്? ഫങ്ഷണൽ മാനേജ്മെൻറ്റിൻ്റെ പീരിയഡിൽ വരുന്ന ഒരാളാണ് മേരി പാർക്കർ ഫോളറ്റ്. ഷി വാസ് മേഡ് ഹർ മോസ്റ്റ് ഓഫ് ഹർ കോൺട്രിബ്യൂഷൻസ് ഇൻ ടു ഫങ്ഷണൽ അതോറിറ്റി, കോർഡിനേഷൻ, ലീഡർഷിപ്പ്, കൺട്രോളിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് കോൺഫ്ലിക്റ്റ്. She also published a book called Creative Experience. Her book name is called Creative Experience, and she also published other papers. Then she did not believe in dominating leadership. She believed leaders are not only born but also developed through proper training in human behavior. എന്താണ് മേരി പാർക്കർ ഫോളറ്റ് പറയുന്നത്? ഡോമിനേറ്റിംഗ് ലീഡർഷിപ്പിൽ ബിലീവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ അതോറിറ്റിയും പവറൊക്കെ ഉള്ളത് അവിടുത്തെ മാനേജേഴ്സിനാണ്. അവർ പറയുന്നതിനനുസരിച്ച് സബോർഡിനേറ്റ്സ് വർക്ക് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റമാണ് മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻസും ഫോളോ ചെയ്യുന്നത്. സോ മേരി പാർക്കർ ഫോളറ്റ് പറയുന്നത് എന്താണ്? ഡോമിനേറ്റിംഗ് ലീഡർഷിപ്പ് ആസ് പോസിബിൾ എന്ത് ചെയ്യുക? ഓർഗനൈസേഷൻസ് അവോയ്ഡ് ചെയ്യുക, അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഡോമിനേറ്റിംഗ് ലീഡർഷിപ്പ് ഓർഗനൈസേഷൻ്റെ അകത്ത് എന്ത് ചെയ്യുക? ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കുക. അവർ പറയുന്നത് എന്താണ്? ദ ലീഡേഴ്സ് ആർ നോട്ട് ഓൺലി ബോൺ ബട്ട് ആൾസോ ഡെവലപ്ഡ് ത്രൂ പ്രോപ്പർ ട്രെയിനിങ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ. അതായത് പണ്ട് കാലത്തൊരു കൺസെപ്റ്റാണെന്ത്? ലീഡേഴ്സ് ആർ ബോൺ, ലീഡേഴ്സ് ജനിക്കുകയാണ്, അതായത് ജനിച്ചു വരുമ്പോൾ തന്നെ അവരെന്താണ്? ലീഡേഴ്സാണ്. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ചൊരു ട്രെയിനിങ്ങോ ഡെവലപ്മെൻറ്റോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അവരെന്താണ്? ലീഡേഴ്സാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നത്. പക്ഷെ മേരി പാർക്കർ ഫോളറ്റ് പറയുന്നത് എന്താണ്? ദി ലീഡേഴ്സ് ആർ നോട്ട് ഓൺലി ബോൺ, അവർ ജനിക്കുക മാത്രമല്ല, ബട്ട് ഡെവലപ്ഡ് ത്രൂ പ്രോപ്പർ ട്രെയിനിങ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ. ഒരു ഗുഡ് ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ഹാവ് സം ട്രെയിനിങ് ഇൻ ഹിസ് ഹ്യൂമൻ ബിഹേവിയർ എന്നാണ് മേരി പാർക്കർ ഫോളറ്റ് എംഫസൈസ് ചെയ്യുന്നത്. Then according to her, power, leadership and authority are dynamic concepts. ഓക്കെ, അപ്പോൾ ഇതിൽ മേരി പാർക്കർ ഫോളറ്റ് എന്ന് പറയുന്നത് ലണ്ടൻ USA ബോസ്റ്റണിൽ ജനിക്കുന്ന 1868. Then she was a political and social
തിങ്കർ. ഹർ മെയിൻ കോൺട്രിബ്യൂഷൻസ് എവിടേക്കായിരുന്നു? In the field of functional authority, coordination, leadership, controlling and handling conflict. She published a book called Creative Experience and Other Papers. Then she did not believe in dominating leadership. She believed that leaders are not only born but also developed through proper training in human behavior. എന്താണ് പറയുന്നത്? Organization should not follow a dominating kind of leadership. Okay. Then, according to Mary Parker Follett, Mary Parker Follett expressed her views in different aspects of management. Among them, 4 principles of coordination are very important. ആ പ്രിൻസിപ്പിൾസിലാണ് പറയുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് കോണ്ടാക്ട്, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഏർലി സ്റ്റാർട്ട്, പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്, ദെൻ കണ്ടിന്യൂസ് process. First വരുന്നത് principle of direct contact. It suggests that direct contact or communication is the most effective way to achieve coordination in the organization. Organizational objectives എല്ലാം achieve ചെയ്യാൻ it is necessary to have proper coordination in the organization. The organizational resources, the employees, activities, everything in the organization should be coordinated properly. So അപ്പോൾ മാത്രമാണ് എന്ത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു കോർഡിനേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള കോർഡിനേഷൻ ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് ബിൽഡിംഗ് ഡയറക്റ്റ് കോണ്ടാക്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. സോ അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് കോണ്ടാക്ട്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഏർലി സ്റ്റാർട്ട്. അത് പറയുന്നത് എന്താണ്? കോർഡിനേഷൻ ഷുഡ് ബി സോട്ട് അറ്റ് ഏർലി സ്റ്റേജസ്. കോർഡിനേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഷുഡ് ബി സ്റ്റാർട്ട് ഫ്രം ദ ഏർലി സ്റ്റേജസ്. ഒരു മിഡിലോ അല്ലെങ്കിൽ ലാസ്റ്റിലോ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ കോർഡിനേഷൻ പോസിബിൾ ആവില്ല. ദ കോർഡിനേഷൻ ഷുഡ് ബി സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് എന്നാണ് പറയുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. പ്രിൻസിപ്പിൾ ഓഫ് reciprocal relationship should be there between the members of the organization. There have different members and superiors and subordinates in the organization. There should have a reciprocal kind of relationship, and then they can achieve proper coordination. Then continuous process. We know that coordination is a process, and this is not simply a process. It is a continuous process, ever ending process ആണല്ലേ കോർഡിനേഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ്. പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് കോണ്ടാക്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഏർലി സ്റ്റാർട്ട്, പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്, ദെൻ കണ്ടിന്യൂസ് പ്രോസസ്. നെക്സ്റ്റ് തിയറിസ്റ്റ് ആണ് ജോർജ് എൽട്ടൺ മായോ. നമ്മൾ ഓൾറെഡി എൽട്ടൺ മായോൻ്റെ കുറച്ച് കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ അതൊന്ന് നോക്കാം. ജോർജ് എൽട്ടൺ മായോ വാസ് ബോൺ ഇൻ 1880 and died in 1949. Then ആരായിരുന്നു? ജോർജ് എൽട്ടൺ മായോ. He is an organizational scientist. He was an Australian management thinker. He was a professor of industrial research at Harvard University. ആരൊക്കെയായിരുന്നു? He was a organizational scientist, was an Australian management thinker, was a professor of industrial research at Harvard University. Then pioneers of scientific management doesn't paid attention to the human factor. Elton Mayo was responsible for change the outlook of management towards workers. He made a lot of studies for the development of human relations approach, effective human relations. His studies collectively known as Hawthorne studies. This is the study conducted at Hawthorne plant of General Electronic Company between 1927 and 1993 at Chicago with 30,000 വർക്കേഴ്സ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത് കുറേ മുന്നേയുള്ള പൈനേഴ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് പീരീഡിലുള്ളവരൊക്കെ എന്ത് ചെയ്തിട്ടില്ല? ഹ്യൂമൻ ഫാക്ടറിന് കൂടുതൽ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതായത് ദ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻസ് ആർ നോട്ട് ഗെറ്റ് മച്ച് അറ്റൻഷൻ. അവരെന്ത് ചെയ്തില്ല? കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ റെമ്യൂണറേഷൻ ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റും അവർക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സുകളും അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ എന്തില്ല? ഒരു
പ്രോപ്പർ ആയിട്ടുള്ള അറ്റൻഷൻ പൈനീസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ ജോർജ് എൽട്ടൺ മായോ ആണ് എന്ത് ചെയ്ത് ആ ഒരു ഔട്ട്ലുക്ക് ഇങ്ങനെയുള്ള ഒരു ബിഹേവിയർ എന്ത് ചെയ്തിട്ടുള്ളത് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. എൽട്ടൺ മായോ വാസ് റെസ്പോൺസിബിൾ ഫോർ ചേഞ്ച് ദ ഔട്ട്ലുക്ക് ഓഫ് മാനേജ്മെൻറ്റ് ടുവാർഡ്സ് ദ വർക്കേഴ്സ്. അതായത് വർക്കേഴ്സിന് ഒരു സ്ലാബായിട്ട് കാണുന്നതിന് പകരം അവർക്കും കുറേ ഫീലിങ്സുകളും സജഷൻസും ഒപ്പീനിയൻസും വ്യൂസും ഒക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഡിസിഷൻസ് മേക്കിംഗ് ഒക്കെ ചെയ്യുക എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആരാണ്? ജോർജ് എൽട്ടൺ മായോ ആണ്. He made a lot of studies for the development of human relations approach. Human relations approach developmentന് വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റഡീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ജോർജ് എൽട്ടൺ മായോ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടക്ട് ചെയ്തിട്ടുള്ള അയാളുടെ സ്റ്റഡീസിനെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഹോതോൺ സ്റ്റഡീസ്. ഹോതോൺ സ്റ്റഡി എന്ന് പറയുന്നത് എ സ്റ്റഡി കണ്ടക്റ്റഡ് അറ്റ് ഹോതോൺ പ്ലാന്റ്. ഹോതോൺ പ്ലാന്റിലുള്ള ജനറൽ ഇലക്ട്രോണിക് കമ്പനിയിലെ ഹോതോൺ പ്ലാന്റിൽ എന്ത് ചെയ്തു? 30,000 വർക്കേഴ്സിനെ വെച്ചിട്ടൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യാണ്. അതിൽ ആ ഒരു സ്റ്റഡിയിൽ ജോർജ് എൽട്ടൺ മായോ ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് ഫൈൻഡ് സം പ്രോബ്ലംസ് ഓഫ് വർക്കേഴ്സിന് മച്ച് അറ്റൻഷൻ കിട്ടുന്നില്ല, അവരെ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നില്ല, അവരെ സ്ലാബായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നൊക്കെ അങ്ങനെയുള്ള കുറേ കൺക്ലൂഷൻസിലേക്ക് ആരെത്താണ്? ജോർജ് എൽട്ടൺ മായോ ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് അവരുടെ സ്റ്റഡിയിലൂടെ അവർ കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെയുള്ളൊരു ഔട്ട്ലുക്ക് മാനേജ്മെൻറ്റിൻ്റെ ഔട്ട്ലുക്ക് ആകെ ചേഞ്ച് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? കുറേ തിയറീസും കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തു. അതാണ് ജോർജ് എൽട്ടൺ മായോൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. Then what is Hawthorne studies? The aim of this study was to study the effects of work environment, fatigue, rest pauses, hours of work, hours in the working week, monotony, money, incentives, employees' attitudes and leadership. ഹോതോൺ സ്റ്റഡി എന്ന് പറയുന്നത് ജോർജ് എൽട്ടൺ മായോ അവരുടെ അസോസിയേറ്റ്സും കൂടെ കണ്ടക്ട് ചെയ്തിട്ടുള്ള സ്റ്റഡീസിനെ കളക്റ്റീവ് പറയുന്ന പേരാണത്. അവർ വർക്കേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. ഓർഗനൈസേഷൻ്റെ അകത്ത് വരുന്ന നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ പ്രോബ്ലംസുകളും ഇഷ്യൂസുകളും അവർ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്തു? സ്റ്റഡി ചെയ്തിട്ട് ഒരു ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇവരുടെ സ്റ്റഡിയിൽ അവർ എന്തൊക്കെയാണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്? ഓർഗനൈസേഷൻ്റെ അകത്ത് വർക്ക് എൻവയോൺമെൻറ്റ്, അതായത് എംപ്ലോയീസിന് വർക്ക് ചെയ്യാനായിട്ടുള്ള പ്രോപ്പർ ഫെസിലിറ്റീസും ഗുഡ് എൻവയോൺമെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഫാറ്റിക്, റെസ്റ്റ് പോസസ്, ഹവേഴ്സ് ഇൻ വർക്കൊക്കെ ഉണ്ട്. അതായത് അവർക്ക് ടയേർഡാണോ? വർക്കേഴ്സ് വർക്കൊക്കെ ചെയ്ത് ടയേർഡ് ആവുന്നുണ്ടോ? അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈം കൊടുക്കുന്നുണ്ടോ? ഒരു ഡേയിൽ അവർ എത്ര ഹവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്? ഒരു വീക്കിൽ അവർ എത്ര ഹവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്? മൊണോട്ടണി ഉണ്ട് അവിടെ? പിന്നെ അവർക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലീഡർഷിപ്പ് സ്റ്റൈൽ എങ്ങനെയൊക്കെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്തു? സ്റ്റഡി ചെയ്തു. അങ്ങനെ അവരെ 5 സ്റ്റഡീസ് ആണ് ഈ ഒരു റെസ്പെക്റ്റുമായിട്ട് ചെയ്തിട്ടുള്ളത്. ഹോതോൺ സ്റ്റഡീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ദി ഹാവ് കണ്ടക്റ്റഡ് 5 സ്റ്റഡീസ്. എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഇലുമിനേഷൻ, റിലേ അസംബ്ലി ടെസ്റ്റ് റൂം, മാസ് ഇൻ്റർവ്യൂയിങ് പ്രോഗ്രാം, ബുക്ക് വയറിംഗ് ഒബ്സർവേഷൻ പ്രോഗ്രാം ആൻഡ് പേഴ്സണൽ കൗൺസിലിംഗ്. ഇങ്ങനെ 5 സ്റ്റഡീസ് ആണ് ഈ ഹോതോൺ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ട് അവരെന്ത് ചെയ്തിട്ടുള്ളത്? കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ജോർജ് എൽട്ടൺ മായോ ആൻഡ് ഹിസ് മെയിൻ study. We called it is the Hawthorne studies. Then Hawthorne studies ന്റെ മെയിൻ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? റെസ്പോൺസീവ്നെസ് ടു ടോട്ടൽ വർക്ക് സിറ്റുവേഷൻ. മെയിൻ ഫൈൻഡിങ്സ് ആണ് എന്ത്? റെസ്പോൺസീവ്നെസ് ടു ടോട്ടൽ വർക്ക് സിറ്റുവേഷൻ. മായോ ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് സേസ് ദാറ്റ് വർക്കേഴ്സ് ഷുഡ് റെസ്പോൺസ് ടു their total work situation. എന്താണ് മായോ ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് പറയുന്ന അവരുടെ സ്റ്റഡിയിലൂടെ അവർ ഫൈൻഡ് ഔട്ട് ചെയ്യാണ് അതായത് വർക്കേഴ്സ് ഷുഡ് റെസ്പോൺസ് ടു their total work situation. Then social factors in motivation. Second findings ആണ് social factors in motivation. എന്താണ്? He emphasized that the management should recognize the importance of social aspects of the work and their influence upon the success of any organization. The organization cannot act independently from society. സൊസൈറ്റീനെ കൺസിഡർ ചെയ്യാതെ സോഷ്യൽ ഫാക്ടേഴ്സുകൾ കൺസിഡർ ചെയ്യാതെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല? റൺ ചെയ്യാനായിട്ട് കഴിയില്ല. സോ he emphasized that the management should recognize the importance of social factors of the വർക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സോഷ്യൽ ആസ്പെക്ട്സുകൾ സോഷ്യൽ ഫാക്ടേഴ്സുകളെ കൊണ്ട് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ their influence upon the success of organization. അതാണ് സെക്കൻഡ്
finding. Then third finding എന്ന് പറയുന്നത് significance of human group. Mayo insists that the management should recognize the existence of informal association and should support it for the benefit of organization. ഹ്യൂമൻ ഗ്രൂപ്പിനെ കൂടെ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അതായത് ഓർഗനൈസേഷൻ്റെ അകത്ത് വരുന്ന എംപ്ലോയീസിനൊക്കെ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുന്ന രീതിയിലാവണം അവരുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും ഓർഗനൈസേഷൻ്റെ അകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അവർക്ക് പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി എന്ത് ചെയ്യണം, എംഫസൈസ് ചെയ്യണം. ദെൻ ഇറ്റ് വിൽ ബെനിഫിറ്റ് ഫോർ ദ organization to achieve their organizational objectives effectively. Then okay, next finding of Hawthorne study എന്ന് പറയുന്നത് is leadership. It is related with the leadership. A leader should be able to understand the feelings of sentiments implied from the words and behavior of employer. He should take care of social and psychological needs of workers. ലീഡർഷിപ്പ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ലീഡർ എന്ന് പറയുന്ന ആരായിരിക്കണം, മറ്റുള്ളവരുടെ ഫീലിങ്സും സെൻറ്റിമെൻറ്റ്സുകളൊക്കെ അറിയാൻ പറ്റുന്ന ഒരാൾ. അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സുകൾ ഫുൾഫിൽ ചെയ്യാൻ കൂടെ കഴിയുന്ന ഒരാളാണ് ആര്, ലീഡർ എന്ന് പറയുന്നത്. ദെൻ സൂപ്പർവിഷൻ. The workers would be more productive only when they work under friendly, cooperative and relaxed workers than authoritarian one. അതായത് ദ സൂപ്പർവൈസർ എന്ന് പറയുന്നത് ആളാര് എങ്ങനെയായിരിക്കണം, ഹി ഷുഡ് ബി ഫ്രണ്ട്ലി ആൻഡ് കോപ്പറേറ്റീവ്. വർക്കേഴ്സിനോട് എപ്പോഴും റിജിഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളല്ല, ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെക്കാളും വർക്കേഴ്സിനെ ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക ഫ്രണ്ട്ലി ആൻഡ് കോപ്പറേറ്റീവ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനാവും. സോ ദ വർക്കേഴ്സ് വുഡ് ബി മോർ പ്രൊഡക്റ്റീവ് വെൻ ദ വർക്ക് അണ്ടർ ഫ്രണ്ട്ലി ആൻഡ് കോപ്പറേറ്റീവ് റിലാക്സ്ഡ് വർക്കേഴ്സ് rather than authoritarian one. Then communication and consultation. The workers should given an opportunity to participate in the decision making process of organization. Mayo observed that two-way communication is better way to enhance cooperation and coordination. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗനൈസേഷൻ. there should have proper communication between the employer and employee. Formal and informal communications ഓർഗനൈസേഷൻ അകത്ത് എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. that helps to enhance the cooperation and coordination. അതുപോലെ തന്നെ the managers should allow the employees in participating in the decision making process of the organization. So ഇത്രയാണ് ഹോതോൺ സ്റ്റഡീസിൻ്റെ മെയിൻ ഫൈൻഡിങ്സ് ആയിട്ട് പറയുന്നത്.